ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വീണ്ടും ഒരു ഈവനിങ് ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതെവിടെയാണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേ സ്ഥലത്തിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് തൊട്ടിപ്പാലമാണ് കേട്ടോ. ഇതിൻ്റെ താഴ്വാര, അതായത് താഴ്ന്ന സ്ഥലത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നതെങ്കിൽ ഇന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തൊട്ടിപ്പാലത്തിൽ കൂടെയാണ് കേട്ടോ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത്. ഇവിടെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇതിനകത്തൂടെ പോകുമ്പോഴത്തേക്ക് അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ. നേരത്തെ വന്നപ്പോൾ 5 രൂപ ടിക്കറ്റ് ആയിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ 10 രൂപ ടിക്കറ്റ് ആക്കിയിട്ടുണ്ട് ഒരാളിന്. അപ്പോൾ നമ്മുടെ ഈ തൊട്ടിപ്പാലം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തക്കലയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്താണ് ഈ തൊട്ടിപ്പാലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് തൃപ്പരപ്പിനടുത്താണ് ഞങ്ങളുടെ വീട്. തൃപ്പരപ്പിൽ നിന്ന് ഞങ്ങൾക്ക് തൊട്ടിപ്പാലം വരെ വരാൻ ഏകദേശം 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വില കുറച്ച് ഇതിനെ ഇടാൻ പാടില്ല കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതും അതുപോലെ തന്നെ നീളമുള്ളതുമായിട്ടുള്ള കോൺക്രീറ്റ് പാലമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ആരും മിസ് ചെയ്യില്ല. കന്യാകുമാരി ജില്ലയിൽ എങ്ങാനും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുർത്തിച്ചക്ക, ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. പൈനാപ്പിളിന് അത് നല്ല വിലക്കുറവിന് കിട്ടും. കാരണം ഇവിടെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് പൈനാപ്പിൾ. അത് കാരണം ഒത്തിരി ചീപ്പ് റേറ്റിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ബൾക്കായിട്ടും അല്ല റീറ്റെയിലായിട്ടും ഒക്കെ വാങ്ങിക്കാൻ പറ്റുമേ ഇവിടെ. പിന്നെ താഴത്തുനിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇങ്ങ് വരുവാണെങ്കിൽ നമുക്ക് മുകളിലൂടെ തൊട്ടിപ്പാലത്തിനകത്തൂടെ കയറാൻ പറ്റും കേട്ടോ. അന്ന് ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ താഴെയാണ് നിന്നത്. അപ്പം താഴേന്ന് ഞാൻ ഈ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി നമുക്ക് മുകളിൽ കയറി വരാം. വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അത്രയും സ്റ്റെപ്പ് കയറാൻ. അതിനേക്കാട്ടിൽ മുകളിൽ എൻട്രൻസ് അതുവഴി വരുന്നതാണ് എളുപ്പം. പിന്നെ നിങ്ങൾ ഓർക്കും എന്തിനാണ് ഇത്രയും വലിയ നീളം കൂടിയ ഉയരം കൂടിയ ഈ പാലം എന്തിനാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. കഥയല്ല, കാര്യമാണ്. അതായത് ഇത് ഒരു മലയാണ്. ആദ്യം സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒരു മലയും നമ്മൾ ചെന്നിറങ്ങുന്നത് വേറൊരു മലയിലോട്ടാണ് ചെന്നിറങ്ങുന്നത്. അപ്പം ഇപ്പുറത്തെ മലയുടെ ഈ സൈഡ് നിറയെ വെള്ളമുണ്ട്. അപ്പം അപ്പുറത്തെ മലയിൽ പോകണമെങ്കിൽ അവിടെയാണെങ്കിൽ വെള്ളം അവൈലബിലിറ്റി ഇല്ല. അപ്പം ഇവിടുന്ന് അപ്പുറത്തോട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ തൊട്ടിപ്പാലം നിർമ്മിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ സൈഡിലുണ്ടല്ലോ, സൈഡിൽ ചെറുതായിട്ട് ഒരു എന്താ പറയുക, ഒരു ചാനൽ പോലെ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ തൊട്ടി പോലെ ഇവർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ വെള്ളം വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സ്ഥിരമായിട്ട് ഇവിടെ വെള്ളം കാണും. പിന്നെ ഇപ്പം ഇത്രയും വെറി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ഇല്ല. അല്ലാതെ നമ്മൾ ഏത് സീസണിൽ വന്നാലും ഈ തൊട്ടിപ്പാലത്തിനകത്ത് ഫുള്ള് വെള്ളമാണ് കാണുന്നത്. അതായത് ഒരു മലയിൽ നിന്നും അടുത്ത മലയിലേക്ക് വെള്ളം എത്തിച്ച് കന്യാകുമാരി ജില്ലയിലുള്ള സകല കൃഷിഭൂമികളിലേക്ക് ജലസേചനം ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഇത് നിർമ്മിച്ചതെങ്കിലും ഇപ്പം ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇപ്പം ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി പേരിവിടെ ഇത് കാണാനായിട്ടും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുമായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ അടുത്ത് കിടക്കുന്ന ഞങ്ങൾ പോലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്രയ്ക്ക് സുന്ദരമായ ഒരു പ്രദേശമാണ് കേട്ടോ. പക്ഷേ നല്ല ധൈര്യം വേണം ഈ തൊട്ടിപ്പാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. കാരണം നമ്മൾ ഏറ്റവും മുകളിൽ, അതായത് ഏറ്റവും മിഡിലായിട്ട് നമ്മൾ എത്തുമ്പോൾ താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി പേടിയുള്ളവരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പേടിച്ചു പോകും. കാരണം നല്ല താഴ്ചയാണേ. അപ്പം എന്താ പറയുക, അതുപോലെ ഈ സൈഡിലുള്ള കൈവരി ഉണ്ടല്ലോ, ഈ കെട്ടിയേക്കുന്നത് നല്ല ബലത്തിലൊന്നുമല്ല. ബലം കാണുമായിരിക്കും, പക്ഷേ പല സ്ഥലങ്ങളിലും അത് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഞാനൊക്കെ കുഞ്ഞിലെയൊക്കെ ഇവിടെ വന്നപ്പം പകുതി സ്ഥലവും ഇത് ഇങ്ങനെ എംറ്റി ആയിട്ട് ഹോളായിട്ട് കിടക്കും. നമ്മൾ അങ്ങ് വീണു, അത്ര തന്നെ. അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴങ്ങനെയല്ല, കുറച്ചുകൂടെ നല്ല രീതിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഏകദേശം 1 കിലോമീറ്റർ നീളമാണ് കേട്ടോ ഈ പാലത്തിന്. അപ്പം ഇപ്പോൾ ഏകദേശം ഞാൻ മിഡിൽ എത്താറായി. നിങ്ങൾക്ക് ഈ താഴെ ഈ ആറ് കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ആറ്റിലാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നിട്ട് കുഞ്ഞും ചേട്ടനും കൂടെ അവിടെ കുളിക്കുകയൊക്കെ ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. ആറ് ഒഴുകി പോകുന്ന വശമാണിത്. ഈ തെങ്ങൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ നിന്ന് നോക്കി എന്തോ കുഞ്ഞു ചെടി പോലെയാണ് കാണുന്നത്. അത്രയ്ക്ക് ചെറുതാണ് കേട്ടോ. അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കാരണമാണ് ഇതെല്ലാം ഇങ്ങനെ തീരെ കുഞ്ഞായിട്ട് കാണുന്നത്. ആറ്റിൽ കിടന്ന് കുളിക്കുന്ന ആൾക്കാരെയൊക്കെ തീരെ കുഞ്ഞായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, അതുപോലെ ഈ തൊട്ടിപ്പാലം കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇതിന്. അതായത് ഈ തൊട്ടിപ്പാലത്തിന് ഏകദേശം 115 അടി ഉയരവും അതുപോലെ തന്നെ 1 കിലോമീറ്ററോളം നീളവും ഉണ്ട്. പിന്നെ 28 വലിയ തൂണുകളാണ് ഈ പാലത്തിന് ഇങ്ങനെ താങ്ങി നിർത്തിയേക്കുന്നത്. വലിയ തൂണുകളെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റത്തില്ല, അത്രയും വലിപ്പമുണ്ട് കേട്ടോ ഇതിൻ്റെ തൂണുകൾക്ക്. അത് താഴെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാവേ.
പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ തൊട്ടിപ്പാലം എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതറിയണമെന്നുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ദയവേത് ഉച്ച സമയത്ത് വരാതിരിക്കുക. കാരണം വെയിൽ കൊണ്ട് നമ്മൾ കരിഞ്ഞു പോകും ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ മുകളിലോട്ട് ഒരു തണലോ ഒന്നുമില്ല, താഴെയാ മരങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഫുള്ള് വെയിൽ കൊണ്ടുവേണം ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ നടക്കാൻ. അത് ഒത്തിരി ബുദ്ധിമുട്ടായി പോവും. ഈ സമയമാണ് ഏറ്റവും പെർഫെക്റ്റ്. ഞങ്ങൾ വന്നത് ഒരു 5:30 6 മണി കഴിഞ്ഞു. ഒരു 4 മണി പരുവത്തിനൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തൊട്ടിപ്പാലത്തിൻ്റെ മുകളിൽ ഫുള്ള് കയറി ഇറങ്ങി അപ്പുറത്തെ വശത്തൂടെ താഴെ അങ്ങറ്റം വരെ പോയി നമുക്ക് ആറ്റിലും പോയി ഇച്ചിരി നേരം നീന്തുവോ കുളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ വെളുപ്പിനെ വരണം, അല്ലാതെ ഉച്ച സമയങ്ങളിൽ ആരും വരാൻ ശ്രമിക്കരുത്. ഇതിപ്പോൾ ഞാൻ തൊട്ടിപ്പാലത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ താഴെ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റെപ്പൊക്കെ വെച്ച് വഴിയുണ്ട്. ഇത് നമുക്ക് നേരെ താഴെ ആറിൻ്റെ അവിടെ കൊണ്ടുപോകും. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ തൂണുകൾ. 28 ഫീമൻ തൂണുകളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ പൊക്കം കുറവാണ്. പക്ഷേ പോയി അതിൻ്റെ മിഡിലൊക്കെ ആകുമ്പോൾ ഈ തൂണുകൾക്ക് നല്ല ഹൈറ്റാണ് കേട്ടോ. അങ്ങനെ ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ ഒരു 28 തൂണിന്മേലാണ് കേട്ടോ നമ്മുടെ ഈ തൊട്ടിപ്പാലം ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ നമ്മൾ ഇതിൽ തൊട്ടിപ്പാലത്തിൻ്റെ മുകളിലൂടെ കയറുമ്പോൾ ചിലർക്ക് കാലുമുട്ട് ഇടിക്കുകയൊക്കെ ചെയ്യും, വിറയ്ക്കുകയൊക്കെ ചെയ്യും, കയറാൻ പറ്റത്തില്ല, പ്രഷർ കയറും, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഉള്ളവർക്കുണ്ടല്ലോ ഇത് വെറും നിസ്സാരമാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴുണ്ടടാ ഇവിടെ കുറേ കടകൾ, കുഞ്ഞു കുഞ്ഞു കടകൾ ഇരിപ്പുണ്ട്. കടകളിൽ എൻ്റെ കണ്ണുപോയ ഈ ഒരു സൂത്രത്തിലാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കുഞ്ഞിലെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണാനേ ഇല്ല. അതിപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാനത് ഒരു പാക്കറ്റിങ് എടുത്ത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കുറേയൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒരു വീട് പോലെ, ഇതെന്താ ടവർ പോലെ എന്തോ പോലെ നല്ല രസമുണ്ട്. ഇങ്ങനെ ചുറ്റി നമ്മൾ താഴെ ഇറങ്ങി പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ താഴെ ഇറങ്ങി വീഡിയോ കാണുമ്പോൾ എൻ്റെ മോൻ ഓടുന്നുണ്ട് കേട്ടോ. കാരണം അവൻ എന്നോട് പിണങ്ങിയാണ് വന്നത്. എന്താന്ന് പറഞ്ഞാൽ തൊട്ടിപ്പാലത്തിൻ്റെ താഴെ ആറ്റിൽ കുളിക്കാൻ വേണ്ടി, നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. അപ്പോൾ ഞങ്ങളിവിടെ മുകളിൽ കയറി വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ആശാൻ്റെ മുഖഭാവമൊക്കെ മാറി. എന്താന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് വാങ്ങിച്ച പുളിമുട്ടായി ഇതുപോലെ റോട്ടിൽ കൂടെ ഒരു നാണോ ഇല്ല അതൊക്കെ അടിച്ച് പറിച്ച് വലിച്ച് കഴിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഞാനിവിടെ എത്തി. ഇവിടെ താഴെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ സൈഡിൽ മൊത്തം ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുതിർന്നവർക്ക് അവിടെ ഇരിക്കാം, കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടെ കളിക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങൾ എത്തി കേട്ടോ. എത്തിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു ഇവിടെ താഴത്തെ പാലമൊക്കെ. ആ ഒരു സ്ഥലത്ത് നമ്മളെത്തി, ആറിൻ്റെ അടുത്തായിട്ട്. ഇനിയിപ്പോൾ എന്താ ഒന്നുമില്ല, അതാണ്ട് കണ്ടില്ലേ എന്ത് ഭീമാകാരനായിട്ട് നിൽക്കുക ഈ തൂണുകളൊക്കെ. അപ്പോൾ ഇനി ഞാൻ പോയി അവിടെ പോസ്റ്റ് അടിച്ചിരിക്കും, ചേട്ടനും കുഞ്ഞും കുറച്ച് നേരം നീന്തും കുളിക്കും, എന്നിട്ട് ഞങ്ങളങ്ങ് വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.